നിന്ന് അദ്ദേഹത്തിന് ചില അഭിപ്രായ പ്രകടനങ്ങൾ, അത് എന്തിനെക്കുറിച്ചും അദ്ദേഹം നിർഭയമായി സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ഒരാളാണ്. അങ്ങനെ ചില അഭിപ്രായം പറഞ്ഞപ്പോൾ അസ്വസ്ഥരായ ചില ആൾക്കാർ അദ്ദേഹത്തിന് വീടിന് നേരെ കരിയോയിൽ പ്രയോഗം നടത്തിയ ഒരു അനുഭവമുണ്ട്. ഇതിനെക്കുറിച്ച് ശ്രീകണ്ഠൻ പറഞ്ഞത്, അവരാ ഒഴിച്ച കരിയോയിൽ ഒന്നുകൂടി വൃത്തിയായിട്ട് ഒഴിച്ചിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഭാഗം പെയിന്റ് ചെയ്യാതെ കഴിച്ചു കൂട്ടാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനെയും ആ രീതിയിൽ കാണുന്ന ഒരു മനസ്സ്, അത് ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആ തരത്തിലാണ്. അത് തീർച്ചയായിട്ടും ഒരു ഉയർന്ന ചിന്തയുടെയും ബുദ്ധിയുടെയും ഒക്കെ ലക്ഷണമൊത്ത ഒരു ജീനിയസിന്റെ ആ രീതിയിലാണ് എനിക്ക് ശ്രീനേട്ടനെ അടയാളപ്പെടുത്താനുള്ളത്. അവസാന കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ ആ ചില ചിരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എന്തൊരു നിഷ്കളങ്കമായ ചിരികളായിരുന്നു. ആ രോഗാവസ്ഥയിലേക്ക് ഉണ്ടായിരുന്ന അവസ്ഥ അതെന്റെ മനസ്സിലിങ്ങനെ മായാതെ നിൽക്കുകയാണ്. അല്ലാതെ നമ്മളെ ഒരു ശിശുവിന്റെ, ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ചിരി പോലെ അദ്ദേഹം തന്നെ ചില തമാശകൾ പറഞ്ഞതും അതുപോലെ കേൾക്കുന്ന തമാശകളും ഒക്കെ കേട്ടിട്ട് ആ ഒരു നിഷ്കളങ്കമായ ചിരി, അത് ഉള്ളിൽ ഒരു പകയോ വിദ്വേഷമോ ഈ മനുഷ്യരോടോ സമൂഹത്തോടോ എന്തെങ്കിലും ഒരു വെറുപ്പോ അങ്ങനെ ഒരു കന്മഷവും ഇല്ലാത്ത മനസ്സിൽ നിന്ന്, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും നിഷ്കളങ്കമായ വിശുദ്ധമായ ഒരു ചിരിയാണത്. ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ വല്ലാതെ ഇങ്ങനെ അത് ഹോണ്ടിയാണ്. നമ്മൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ അനുസ്മരിക്കേണ്ടി വരുന്നു നമ്മൾ ഈ ഒരു കാലത്ത് എന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു ദുര്യോഗമായിട്ടാണ് ഞാൻ. കാര്യം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് വല്ലാതെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ആശിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനേട്ടൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയേറെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിയോഗത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു